അങ്ങനെ ഇരിക്കാതെ റെഗുലറായിട്ട് നമ്മൾ ഡോക്ടറെ കാണും, MRI എടുക്കും. 1.5 മാസം കഴിഞ്ഞപ്പോഴത്തെ MRIയിൽ കുഞ്ഞിൻ്റെ ഷണ്ട് അവിടെ നിന്ന് വിട്ടുപോയി എന്ന് നമ്മളെ അറിയിച്ചു. അപ്പം അന്ന് രാവിലെ ഒരു 6:30-7 മണിക്കുള്ളിൽ അവർ MRI എടുക്കുകയുള്ളൂ. അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് ഒരു സ്ഥലത്തുനിന്ന് ഊരി അത് അടുത്ത സ്ഥലത്തേക്ക് ഇട്ടു. അപ്പോൾ കൊച്ചിന് 3.5 മാസം പ്രായമുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഫെബ്രുവരിയിൽ നമ്മൾ ഡോക്ടറെ ന്യൂറോനെ കാണാൻ ചെന്നപ്പോൾ MRIയിൽ അവന് വലത്തുവശത്താണ് ഷണ്ട് കിടക്കുന്നത്, പക്ഷേ ഇടതുവശത്താണ് കിടക്കുന്നത്. വലതുവശത്തെ വെൻട്രിക്കിളിൻ്റെ സൈസിൽ വ്യത്യാസം കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലതുവശത്തു കൂടി വേറെ ഒരെണ്ണം ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിന് വലതുവശത്തും ഇടതുവശത്തും എല്ലായിടത്തും ഷണ്ടാകുമ്പോൾ അപ്പം എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ വിഷമം എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് ഇടവകയിലുള്ളൊരു ചേച്ചി വഴി മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. കൂടാതെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള ആത്മീയ കാര്യങ്ങളും പ്രാർത്ഥനയും പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ മുടങ്ങാതെ കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഡോക്ടർ ഒരു 3 മാസത്തെ കാലാവധി പറഞ്ഞു. 3 മാസം കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ വലതുവശത്ത് ഇനി ഓപ്പറേഷൻ ചെയ്യണോ, അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ എന്ന്. പക്ഷേ ദൈവാനുഗ്രഹം എന്നോണം പിന്നീട് ഉള്ള ഒരു MRIയിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല.